ശരിക്കും മാണി കോൺഗ്രസിന് കേരളം മൊത്തവും പിടിച്ചാലും പാല കൈവിട്ട് പോയാൽ അല്ലെങ്കിൽ കോട്ടയം കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തല പോയതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് ഒരു മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ ജോസ് കെ മാണിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇപ്രാവശ്യം ആരായിരിക്കും പാലയിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ റോഷി അഗസ്റ്റിൻ മൈക്ക് തട്ടിപ്പിടിച്ച് വാങ്ങിച്ചിട്ട് പറയാണ്, പാലയിൽ എന്താണെങ്കിലും ഞങ്ങളുടെ ജോസച്ചായൻ തന്നെയായിരിക്കും മത്സരിക്കുന്നത്, ഇനി അതിലൊരു തർക്കവുമില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മുഖഭാവം മാറുന്നു. ശൈലജ ടീച്ചർക്ക് ഇങ്ങനെ എണ്ണീറ്റ് നോക്കുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹം ഇഷ്ടപ്പെടാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് തോന്നിയോ? രാഹുൽ, അതൊരു കുരുക്കാണ്. ജോസ് കെ മാണിക്ക് വീഴുന്നൊരു കുരുക്കാണ്. രാഹുൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം ജോസ് കെ മാണിയോട് എവിടെ മത്സരിക്കും, ഇപ്പോഴും അദ്ദേഹത്തിന് ഉറപ്പില്ല. കാര്യം ജോസ് കെ മാണിക്ക് ഉറപ്പില്ല. പാലായി മത്സരിച്ച പണി കിട്ടുമെന്ന് ജോസ് കെ മാണിക്ക് അറിയാം. അതാണ് മാണി സി കാവ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ മത്സരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത്. അതാണ്. അപ്പം ജോസ് കെ മാണി ഇപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വിട്ടുപറയാൻ തയ്യാറില്ല. ജോസ് കെ മാണി പാർട്ടി വിട്ടുപോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടോ? അതായത് LDF മുന്നണി വിട്ടിട്ട് UDF പോകാനുള്ള സാധ്യതകൾ തുറന്നു വരുന്നുണ്ടോ? രാവിലെ നമ്മൾ തുടക്കത്തിൽ രാവിലെ തന്നെ പറഞ്ഞില്ലേ, അതായത് റോഷി അഗസ്റ്റിൻ മൈക്ക് തട്ടിപ്പിടിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ രാവിലെ. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് നമ്മൾ നേതാക്കന്മാരുടെ ശരീരഭാഷ വലിയ ഘടകമാണ്. അതിൽ രാഹുൽ അവസാനം എന്ന് പറഞ്ഞു വെച്ചു ശൈലജ ടീച്ചർ അങ്ങനെ നോക്കുന്നുണ്ടെന്ന്. ശൈലജ ടീച്ചറും പിണറായി വിജയൻ അടങ്ങുന്ന സംഘം ജോസ് കെ മാണിയെ വല്ലാതെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് ഈ പറയുന്ന ക്യാപ്റ്റൻ വരെ ആക്കിയത് പിടിച്ചു കൊടുത്തൊരു പണിയാണ്. അല്ല, ക്യാപ്റ്റൻ ആക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് കിരീടമൊക്കെ വെക്കുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ഒരു മുഖഭാവം ഉണ്ട്. ആ മുഖഭാവം മൊത്തം എന്തിനാണ് ഇതൊക്കെ എനിക്ക് തരണത് അല്ലേ? ഈ പാർട്ടി എങ്ങനെങ്കിലും പോകാൻ നോക്കുന്നത് എനിക്ക് തന്നെ എന്തിനാണ് സഖാവെ ഈ പണി തരുന്നത്? എനിക്കൊന്നും ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അതൊരു മുൾക്കിരീടമായിട്ടാണ് തോന്നിയത്. തീർച്ചയായിട്ടും ജോസ് കെ മാണിക്കൊരു മുൾക്കിരീടമാണ് LDF ഇപ്പോഴത്തെ അംഗത്വം. അപ്പോൾ ഈ ശരീരഭാഷ ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും തന്നെ സംസാരിച്ചപ്പോൾ ഒരു വിഷയം പറഞ്ഞായിരുന്നു. റോഷി അഗസ്റ്റിൻ മന്ത്രിയായി, രണ്ടാമനാണ് റോഷി അഗസ്റ്റിൻ. മാണി സാറിൻ്റെ മകൻ്റെ പാർട്ടിയിലെ രണ്ടാമനാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് എന്ന് വെക്കുക. പിന്നെ രാഹുലാണ് നേതാവ്, ഞാൻ രണ്ടാമനാണ്. അപ്പോൾ രാഹുൽ ഒരു പദവിയിൽ ചെയർമാൻ പദവിയിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും എത്തപ്പെട്ടത് ഞാനാണെന്ന് വെക്കുക. പക്ഷെ അപ്പം എന്തൊക്കെ വന്നാലും രാഹുൽ ചിന്തിക്കും, ഞാൻ എത്തേണ്ടതായിരുന്നു. അതുപോലെയാണ് മന്ത്രി ആവണമെന്ന് വളരെയധികം ആലോചിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. തെറ്റു പറയാൻ കഴിയില്ല. വയസ്സ് 60 ആവാറായി. കോൺഗ്രസ് പൊളിറ്റിക്സിൽ 50, 60, 70 വരെ യുവത്വമാണ്. പീക്ക് ടൈമാണ്. ആകെ 5 കൊല്ലമാണ് ഒരു MLA ആയിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ട് തുടരാൻ കഴിയുന്നത്. ആ സമയത്ത് അധികാരമില്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഒരു വലിയ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി നിയമസഭയിൽ തോൽക്കുന്നതുകൊണ്ടാണ് പിന്നീട് രാജ്യസഭയിലേക്ക് CPM കൊണ്ടുപോയത്. തീർച്ചയായിട്ടും. ഇപ്പോൾ പാലയാണെങ്കിൽ പോലും പാലയിൽ ആര് ജയിക്കുമെന്നുള്ള ചോദ്യം അലട്ടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഈ മാണി വിഭാഗത്തിൽ. പാല കൈവിട്ടാൽ കോട്ടയം കൈവിടുമെന്നൊരു ശ്രുതി പണ്ട് തൊട്ടേ ഈ UDF-നും ഉണ്ട്, LDF-നും ഉണ്ട്, അതേപോലെ തന്നെ ഈ മാണി വിഭാഗത്തിനും ഉണ്ട്. അല്ല, അതിൽ രാഹുൽ ഒരു കാര്യം കൂടെ പറഞ്ഞ രാഹുൽ, അതായത് ഈ പിണറായി വിജയന്റെ തന്ത്രമാണ് ഈ പത്തനംതിട്ടയും കോട്ടയം ഇടുക്കിയൊക്കെ ഇപ്പൊ LDF-ന് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞോളൂ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയല്ല, കേരളത്തിന്റെ മധ്യമേഖല എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ചില ഗ്രൂപ്പുകളായിരുന്നു. തീർച്ചയായിട്ടും പല ഗ്രൂപ്പുകൾ വന്നും പോയി നിന്നെങ്കിലും അവിടെ പ്രബലമായിട്ട് നിന്നുള്ളൊരു ഗ്രൂപ്പ് മാണി കോൺഗ്രസ് തന്നെ. ഒരു ക്രിസ്ത്യൻ ബെൽറ്റിനെ എപ്പോഴും ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മാണി ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു യാഥാർത്ഥ്യപ്പെടുന്നത്. UDF-നെ സംബന്ധിച്ച് UDF-ലേക്ക് അവരുടെ ഒരു മതത്തിന്റെ ഒരു സംവിധാനങ്ങൾ കൃത്യമാക്കാൻ, ഇപ്പൊ നമുക്കറിയാം മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോ ബാക്കിയുള്ളവരെല്ലാം ഒരു ഹിന്ദുത്വ ജാതി വോട്ട് അതിലെ നേതാക്കന്മാരെ എല്ലാം നോക്കിക്കഴിഞ്ഞാല് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാക്കന്മാരാണ് കൂടുതലും ഉള്ളത്. പിന്നീട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് എടുത്തു കാണിക്കപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു. അതിനുശേഷം അത്രയും എടുത്തു പറയത്തക്ക ഒരു നേതാവ് ഇല്ല. ഇപ്പോ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മകനുണ്ട്, പക്ഷെ അത് അത്രയും ഇല്ല, ഉമ്മൻചാണ്ടിയുടെ അത്രയും ആവില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഈ ക്രിസ്ത്യൻ ബെൽറ്റുകളെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു സംഘമായിരുന്നു ഈ മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ്. അപ്പോ അതിലേക്ക് വന്നിരുന്നൊരു ഒഴുക്കുണ്ടായിരുന്നു. ആ ഒഴുക്ക് പെട്ടെന്ന് നിന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറഞ്ഞതാണ് ജോസ് മോനെ പാർട്ടിയിൽ നിന്നും വിടരുത്, അത് UDF-ൽ നിന്നും വിടരുത്. തീർച്ചയായിട്ടും UDF-ന് ഏറ്റവും വലിയൊരു കരുത്തായിരുന്നു. മാണി സാർ കരുത്തായിരുന്നു.
മാണി സാറിന്റെ വോട്ട് പറഞ്ഞോളൂ. മാണി സാറിന്റെ വോട്ട് കരുത്തായിരുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൂർമ്മ ബുദ്ധി രാഷ്ട്രീയത്തിൽ വേണം. രാഷ്ട്രീയക്കാരന് അദ്ദേഹത്തിനുണ്ട്, മാണി സാറിനുണ്ട്. അതെ, ഒരു സാധാരണ ചെറിയൊരു പാർട്ടി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക്, UDF നിയന്ത്രിക്കുന്ന രീതിയിലേക്ക്, UDF കരുത്ത് പകരുന്ന, അതായത് ഒരു മുന്നണി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുക മാത്രമല്ല, ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുക, അതിനു വേണ്ടുള്ള കൃത്യമായിട്ടുള്ള ബുദ്ധി നിർദ്ദേശിച്ചു കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് സെറ്റിൽമെന്റുകൾക്ക് തയ്യാറാകുക. ഇതാണൊരു ഒരു പാർട്ടി അല്ലെങ്കിൽ കൂർമ്മബുദ്ധി. രാഷ്ട്രീയത്തിൽ ഭയങ്കര ഈ വഴക്കമാണ്. അതെ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ പല ചെറിയ ചെറിയ കക്ഷികളും പാർട്ടികളിലേക്ക് വരുന്നുണ്ട്. ഒരു സീറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, എല്ലാ പാർട്ടിയും സീറ്റ് ചോദിക്കും, മുസ്ലിം ലീഗ് ചോദിക്കും. ഇപ്പം ജോസഫ് വിഭാഗം 10 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ജോസഫ് വിഭാഗം. അപ്പോൾ അങ്ങനെ കുറെ ആളുകൾ സീറ്റ് ചോദിച്ച് ഘടകകക്ഷികൾ ചോദിക്കും, കൊടുക്കാൻ സാഹചര്യമില്ലാതെ വരുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുന്ന ഒരു പാർട്ടിയായിരുന്നു മണി കോൺഗ്രസ് എന്ന് പറയുന്നത്. അവര് നമ്മളെ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ വളരെ അടുത്ത് നിന്നതാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട്, കോട്ടയത്ത് തങ്ങളാണ് വലുതെന്ന് മാണി സാറും അല്ല ഉമ്മൻചാണ്ടി സാർ പറയും ഞങ്ങൾ കോൺഗ്രസ് ആണ് വലുത്. കോട്ടയത്ത് ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഇതുണ്ട്, ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് വലുത്. പറഞ്ഞോളൂ. അത് പാർട്ടിയിലേക്ക് ആളുകളെ കൂടുതൽ കൊണ്ടുവരാൻ ഇത് കോൺഗ്രസിന്റെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്റർണൽ പൊളിറ്റിക്സ്. ഈ ഇന്റർണൽ പാർട്ടി രാഷ്ട്രീയം അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്റെ പക്ഷത്തോട്, അല്ലെങ്കിൽ ഞാൻ ഒരു നേതാവാണ്, എന്നോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത കുറേ മനുഷ്യർക്ക് അവർ കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാതെ അവരെ ചേർത്ത് നിർത്താൻ മറ്റൊരു നേതാവ് ഒരേ സ്ഥലത്ത് തന്നെ, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണെങ്കിലും പല നേതാക്കന്മാരാണ്, ഓരോ നേതാക്കന്മാരുടെയും കൂടി ഒരു 10-20 പേര് വെച്ച് കാണാം. ഈ 10-20 ഈ നേതാക്കന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയം ഉറപ്പാണ്. എപ്പോഴും സംഭവിക്കുന്നത് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ നേതാക്കന്മാർക്കെല്ലാം മത്സരിക്കേണ്ടി വരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും, ഇവര് പിരിഞ്ഞു പാലം വലിക്കും. അതെ, പാലം വലിക്കും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിജയം വലുതാണ്. ഇപ്പോ കോട്ടയത്താണെങ്കിലും ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ ഒരു ശക്തി വിഭാഗം എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പുറത്ത് മാണി കോൺഗ്രസിന്റെ ഒരു ശക്തി വിഭാഗം, കേരള കോൺഗ്രസ് ശക്തമായിട്ട് അവിടെ നിൽക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഓടിക്കൂടാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് മാണി സാർ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും പാലയിലെ റോഡൊക്കെ നമ്മൾ കാണണം. നമ്മൾ അതിശയിച്ചു, സത്യമാണ് കേട്ടോ. അവിടെ നന്നായിട്ട് അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്കിതിൽ പറയാനുള്ളത്. അതായത് ജോസ് കെ മാണി വിഭാഗത്തിനെ പിന്നെ നമ്മൾ സംസാരിച്ചോ പറഞ്ഞു, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അതായത് ഒരു ബ്രാഞ്ചിനെ പൊളിക്കും. അതായത് ഒരു ബ്രാഞ്ചിൽ 30 പേരുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിനെ പൊളിച്ചിട്ട് അത് ബ്രാഞ്ച് ഇപ്പോൾ A എന്നാണെങ്കിൽ A1 എന്നാക്കും. അപ്പോൾ അങ്ങനെ എണ്ണം അപ്പുറത്തൊരു 10 ഉണ്ടാവും. അതേ ഒരു പരിപാടി അദ്ദേഹം LDF ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു RSP പടർത്തിയത്. അതുപോലെ ഈ പറയുന്ന റോഷി അഗസ്റ്റിനും ജയരാജ് ഇപ്പോൾ മുന്നണിയുടെ കൺവീനറല്ല, ജയരാജിനും ഒരു ചീഫ് വിപ്പ് പദവി ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ ജയരാജിന്. അപ്പോൾ അങ്ങനെ ചീഫ് വിപ്പ് പദവി കൊടുത്തിരിക്കുന്ന ജയരാജും റോഷി അഗസ്റ്റിന് നിൽക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റോഷി അഗസ്റ്റിൻ നിൽക്കും. നമ്മളിപ്പോൾ രാഹുൽ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് ശരീരഭാഷ അദ്ദേഹത്തിൻ്റെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ട്രോളർമാരെടുത്ത് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ജോസ് കെ മാണി ഈ പറയുന്ന അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിയും. എങ്ങനെ പോകും? ഇവിടെ കാല് പിടിച്ച് വലിച്ചോണ്ടിരിക്കുന്നത്, അങ്ങോട്ടേക്ക് മോനെ വാന്ന് വിളിക്കുന്നു, എങ്ങനെ പോകും? പോകാൻ പറ്റുന്നില്ല. ത്രിശങ്കു സ്വർഗത്തിൽ എന്നൊക്കെ പറയണ പോലെ. എന്താണെങ്കിലും കേരള രാഷ്ട്രീയം ചൂടുപിടിച്ചു വരുന്നുണ്ട്. ഈ ശരീരഭാഷകൾ ഇനി ചർച്ച ചെയ്യപ്പെടും. എല്ലാവരുടെയും ശരീരഭാഷ. ജോസ്മോനും സംഘവും UDFിലേക്ക് പോകുമോ എന്ന് ഉറ്റുനോക്കുന്ന ജോസ്മോനും സംഘവും ഞാൻ പറഞ്ഞുതരാം, നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്. നമ്മുടെ ഒരു ചെറിയ നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത് ജോസ്മോൻ പോവുക തന്നെ ചെയ്യും. അദ്ദേഹത്തിനോടൊപ്പം ജോബ് മൈക്കിൾ ഉണ്ടാകും. ഒരു 3 പേരെങ്കിലും ഉണ്ടാകും. ജോബ് മൈക്കിൾ ഉണ്ടാകും, ജോസ്മോനും ഉണ്ടാകും. അവർ 2 പേരെങ്കിലും പോയില്ലെങ്കിൽ ഈ ശ്രമമൊക്കെ വൃഥാവിലാകുമെന്ന്. കാര്യം ഈ നിമിഷവും ബഹുമാനപ്പെട്ട VD സതീശന് ഭയങ്കരമായ പ്രതീക്ഷയുണ്ട്. കാര്യം ഇവർക്ക് രാഹുൽ നേരത്തെ അല്പം മുമ്പ് പറഞ്ഞ പോലെ കോട്ടയത്തെ വോട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ പാലായിൽ നിൽക്കും എന്ന് പറയുന്ന ഒരു പണിയാണ്. രാഹുലെ ഒരു പണിയാണ്. കാര്യം മാണി സി കാപ്പനെ ജയിക്കുള്ളൂ. ജോസ് കെ മാണി വീണ്ടും തോക്കും. അപ്പൊ ഇവിടെ ഒന്നാമനാകുന്നത് ആര്? റോഷി. അപ്പൊ തനിക്ക് തോക്കാൻ വയ്യ, ഞാനാണ് ഇതിന്റെ ചെയർമാൻ, ബഹുമാനപ്പെട്ട KM മാണി സാറിന്റെ മകൻ ഞാനാണ്, എനിക്ക് സേഫായ ഒരു സീറ്റ് വേണം. അത് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അതിന് മുമ്പ് കയറി അടിച്ച് എന്ത് ചെയ്യും? ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ രസകരമായ പോകുമോ എന്നുള്ളത് ചോദിച്ചാൽ പോകുമെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെയാണ് ഇതുവരെയും തോന്നുന്നത്. പിന്നെ ഇതേപോലെ രസകരമായ നിരവധി കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. നമുക്കപ്പോൾ ഇരിക്കാം.